നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 26-ാം തീയതി മകയിരം നക്ഷത്രത്തിലാണ് ജനനം. ഇപ്പോൾ മകയിരം നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ആണ്. ശനി എന്ന് പറയുമ്പോൾ ഏറ്റവും നെഗറ്റീവ് എനർജിയുള്ള ദിവസമാണ് ശനിയുടെ ദിവസം. അതുകൊണ്ട് ജ്യോതിഷശാസ്ത്രപ്രകാരം ശനിയെ മന്ദൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മന്ദൻ്റെ ദിവസം. എന്താണ് മന്ദൻ? മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവനാണ് ശനി. അപ്പോൾ ഈ ദിവസം നമ്മൾ എത്ര കണ്ട് സ്പീഡിൽ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയാലും കാര്യങ്ങൾ സ്ലോവിലേ നടക്കത്തുള്ളൂ, പതുക്കെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അവിടെ ശനിയെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അല്ലെങ്കിൽ ശനി നമുക്കന്ന് ആ ദിവസം ഒരു ദിവസമാണെങ്കിൽ പോലും നമ്മളെ കാര്യങ്ങളെ തടസ്സപ്പെടുത്തും. അപ്പോൾ അത്ര അനുകൂലപ്രദമായ ഒരു ദിവസം അല്ല എന്നറിയുക. നക്ഷത്രമൊക്കെ വന്നിരിക്കുന്ന മകയിര നക്ഷത്രം നല്ല നക്ഷത്രമാണെങ്കിൽ പോലും ദിവസം ശരിയല്ല. ശരിക്കും മകയിര നക്ഷത്രം മകരമാസത്തിലെ മകയിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ മോശപ്രദമായ ഒരു വർഷമെന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ട്, അതേപോലെ കാര്യ തടസ്സം, രോഗാദി ദുരിതങ്ങൾ, ബന്ധുക്കളുടെ ബന്ധുജന വിയോഗം, ഇങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാനിടവരുന്ന ഒരു വർഷമാണ് നിങ്ങളുടേതെന്ന് അറിയുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ച്, വളരെ സൂക്ഷിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് പ്രതിവിധി ചെയ്ത് പോകണം. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ശനീശ്വര യന്ത്രം, ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തേക്ക് വേണ്ടി ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ശനി കവചം നമുക്ക് വേണം. ചെയ്തു പോകുമ്പോൾ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ ഇടവരികയും കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതേപോലെ ഇന്ന് ഓരോ കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. രാവുകാല സമയം ഓരോ ദിവസവും ഓരോ ടൈമാണ്. അപ്പോൾ രാവുകാലം ഇപ്പോൾ ശനിയാഴ്ച 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ശരിക്ക് 9:44 തൊട്ട് 11:11 വരെയാണ് രാവുകാല സമയം. ഈ സമയം പ്രത്യേകിച്ച് യാത്രയ്ക്കാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ ശനിയാഴ്ച ദിവസവും കൊള്ളത്തില്ല. അപ്പോൾ സൂക്ഷിച്ച് വേണം ഓരോ ശുഭയാത്രയ്ക്ക് പോകാൻ. അതുപോലെ ഗുളികകാലവും യമകണ്ഠ കാലവും വളരെ സൂക്ഷിക്കണം. 6:43 തൊട്ട് 8:17 വരെ ഗുളികനും, 2:06 തൊട്ട് 3:33 വരെ യമകണ്ഠനും. ഈ സമയം വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം, ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. 12:15 തൊട്ട് 1:03 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്തിൻ്റെ സമയം. ഈ സമയം എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കറുത്ത വസ്ത്രം ധരിച്ചു കൊണ്ട് പോണത് ഭാഗ്യദായകമായി തീരും. കറുപ്പോ നീല വസ്ത്രമോ കറുപ്പ് മിക്സായിട്ടുള്ളതോ നീല മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തിപ്പോകുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ എല്ലാവർക്കും സമയം നല്ലതല്ല, നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ ആർക്കും ഒരുവിധ കഷ്ടതയും വരാതെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.